മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മാരുതി 800 2006 മോഡൽ MPFI ആണ്. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ലോ ബഡ്ജറ്റ് വണ്ടി. റേറ്റ് എത്രയാണ് 2006 മോഡൽ 800? 45,000 നമുക്ക് കുറച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഇത് സാൻഡ്രോ 2008 ആണ്. 2008 നമ്മള് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 69 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വണ്ടിയാ, ക്വാളിറ്റി ഉണ്ട് വണ്ടി, വൃത്തിയുള്ള വണ്ടിയാണ്. 2008 സാൻഡ്രോ റേറ്റ് എത്ര ചോദിച്ചത്? അത് 69,000 ചോദിക്കുന്നുള്ളൂ. റിന്യൂവൽ എടുത്ത വണ്ടിയാണോ റിന്യൂവൽ എടുക്കാനുള്ള വണ്ടിയാണോ? എടുത്ത വണ്ടിയായിരിക്കും. 2008 അല്ലായിരുന്നു. 28 വരെ പേപ്പർ വാലിഡിറ്റില്ലേ? പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള സാൻഡ്രോ. ഒരു നാനോ വന്നിട്ടുണ്ട്. 69 കുറയൂലേ സാൻഡ്രോന്റെ റേറ്റ്? ഓ, കുറയും. അടുത്തത് മലപ്പുറം പുളിക്കലുള്ള സാബിഖാന്റെ മേളയിലാണ്. പുതിയ വണ്ടികൾ ഏകദേശം 15, 16, 17 വണ്ടി ഉണ്ട്. 17 വണ്ടി പുതിയത് കയറിയിട്ടുണ്ട്. വിലയൊക്കെ എങ്ങനെ ഉണ്ടാവും? വിലയൊക്കെ കുറച്ചിട്ട് തന്നെ ചെയ്യാം, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ, നേരെ പുറകിൽ കാണുന്ന പുളിക്കൽ ഹൈവേ ആണ്. ലാൻഡ്മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് തൊട്ടടുത്ത് വരുന്ന വലിയൊരു ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു വണ്ടി പരിചയപ്പെടുത്തണം. വീഡിയോ പിന്നെ 2012 മോഡൽ ഞാനാണ്. 55,000 ഓടിയിട്ടുണ്ട്. 48,000 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. AC ഉള്ള വണ്ടിയാണ്. AC ഉള്ള വണ്ടി 2012 നാനോ CX. വണ്ടി എന്താ കണ്ടീഷൻ സാധിക്കാം? നല്ല വണ്ടിയാ, മെക്കാനിക്കലി ഗുഡാ. മെക്കാനിക്കലി ഗുഡ്. 2008 സാൻഡ്രോ അല്ല 2012 നാനോ 48 കുറയും. അടുത്തത് ബീറ്റ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. 138 എന്ന് ചോദിച്ചിരുന്നേ. ഒരു 10 രൂപ കൂടി കുറച്ചിട്ട് 128-ന് 2013 69 ഓടിയ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ബീറ്റ് 2013. പെട്രോള്, ഒറ്റ മിനിറ്റ്, പെട്രോള് 1.2 ലിറ്റർ എഞ്ചിൻ. LS ആണ്, പക്ഷെ 4 ഡോർ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയല്ലേ ബീറ്റ്? നല്ല വണ്ടിയാ. സാധാരണ ഡീസൽ ബീറ്റിനേക്കാളും മെയിൻ്റനൻസ് കുറവാണ്, പക്ഷെ അതേ സമയത്ത് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പിന്നെ ഉള്ളത് NSTലോ മോഡൽ ഏതാ? ഇത് വരുന്നത് 2007 മോഡൽ LX കേട്ടോ. 2007 മോഡൽ LX NSTലോ ലോക്കാണ് വണ്ടി. 89,000 രൂപ ഉള്ളു കേട്ടോ. 95,000 ഓടിയിട്ടുണ്ട്. 95,000 കിലോമീറ്റർ ഓടിയ NSTലോ. റേറ്റ് എത്ര പറഞ്ഞേ? 89,000 അല്ലേ? കുറയൂലേ? കുറയും. 2027 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. അങ്ങനെ കുറെ ലോ ബഡ്ജറ്റ് വണ്ടി കയറിയിട്ടുണ്ടല്ലേ? ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് കിലോമീറ്റർ ഒന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. 33, 38 പറഞ്ഞിട്ടുണ്ട്. ലോ കിലോമീറ്റർ ഗ്രാൻഡ് ആയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും ചെയ്തത് ഈ ഒരു റേറ്റിന് ഈ ഒരു കിലോമീറ്റർ ജെന്യൂൻ ആണെങ്കിൽ വണ്ടി ലോട്ടറി ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 80 ചില്ലാനം കിലോമീറ്റർ ഓടിട്ടോ. 80 സംതിങ് ഓടിട്ട് 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ. അടുത്ത വീഡിയോയിലേക്ക് വരുന്നേരം അത് അതിലും കൂടുതലല്ലോ? ഇനി കൂടുതലല്ലോ. മാറിപ്പോയതൊക്കെ നോക്കിയത് മാറിപ്പോയതാ. ആയിക്കോട്ടെ. അപ്പോൾ ഫീച്ചർ സൈഡിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന 2014 ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഡീസൽ ഗ്രാൻഡ് ഐറ്റൺ. പിന്നെ നമ്മളെ വണ്ടികളൊക്കെ ഇടിച്ചു പൊളിഞ്ഞാന്നൊക്കെ ചില കമന്റിലൊക്കെ വരുന്നുണ്ട് ചിലതൊക്കെ. അപ്പോ അല്ല, ഈ ഗ്രാൻഡ് ഐറ്റൺ ഉണ്ട്, അത് പറയാം. ഗ്രാൻഡ് ഐറ്റന്റെ റേറ്റ് എന്ന് പറഞ്ഞു തരുമോ? ഗ്രാൻഡ് ഐറ്റം വരുന്നത് 2,95,000 ചോദിച്ചിരുന്നേ. 2,95,000 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2013 ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് അല്ലേ? കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ വണ്ടി ഇടിച്ചു പൊളിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഞങ്ങളെ ഇത് കൊടുക്കുന്നുണ്ട്. പൈസ ലാഭം വേണ്ട. ഞങ്ങളങ്ങനെ ലാഭം എടുക്കുന്നില്ല. ഓക്കെ. പിന്നെ തട്ടിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ നിലവിൽ ഇവിടെ ഇടിച്ച വണ്ടി ഏതെങ്കിലും ഉണ്ടോ? വണ്ടി ഉണ്ട്. നമ്മൾ 1-2 വണ്ടികൾ അവിടെ കാണിച്ചാണ്. ആക്സിഡന്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് ഐറ്റൺ ഒക്കെ. ഒരു ഗ്രാൻഡ് ഐറ്റൺ അല്ല, മറ്റേ 2015 വാഗണർ ഉണ്ടായിരുന്നു. വർക്ക് എടുത്ത വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ബലാന സീറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബോണറ്റ് കഴിഞ്ഞ വീഡിയോ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാം റീപ്ലേസ് ഉള്ളതാണ്. റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. ബോണറ്റ് ഉണ്ട്, ബോണറ്റ്, ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചെന്നറിയോ, ആ ഗ്രാൻഡ് വാഗണർ പോയോ? അങ്ങനെ 2015 വാഗണർ പോയോ? 2015 വാഗണർ പോയി. അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് തന്നെ കൊടുത്ത്. ഓക്കെ. ലോണിലാണ് കൊടുക്കുന്നത്. അടുത്തത് 2019 കിഡ് RXL ആണ്. 19 കിഡ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 800 cc കിഡ് ആണോ 1000 cc കിഡ് ആണോ? ഇത് വരുന്നത് 1000 cc വരുന്ന വണ്ടി കേട്ടോ. 1000 cc വരുന്ന കിഡ്. 2.4 4 സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. എയർ ബാഗ് സിംഗിളും വരുന്നുണ്ടാവും അല്ലേ? 2,85,000 വരുന്നുള്ളൂ കേട്ടോ. 2019 കിഡിനല്ലേ? 1000 cc അല്ലേ 800 cc അല്ലേ?
1000cc വണ്ടി. 1000cc ആണ്. ഓക്കെ, വെയിൽ കാരണം മാറിപ്പോകുന്നുണ്ട്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? നല്ല വണ്ടിയല്ലേ? നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, നല്ല വണ്ടി. ഓക്കെ. സൈക്കിൾ റിറ്റ്സ് 2012 മോഡലേ, VDI ആണ് വരുന്നത്. റെഡിയില് 1.35 കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കുന്നത്. 2,35,000 ആണ് വില ആവശ്യപ്പെടുന്നത്. 2,35,000 രൂപയ്ക്ക് 2012 റിറ്റ്സ് VDI മിഡിൽ ഓപ്ഷൻ 4 ഡോർ പവർ വിൻഡോ CC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഫിയാറ്റിന്റെ എഞ്ചിൻ. വേറെ റീപ്ലേസും കാര്യങ്ങളും. ഫ്രണ്ടിലെ ഗ്ലാസ് BI ആണ് വരുന്നത്, റീപ്ലേസ് ആണ്. ഫ്രണ്ടിലെ ഗ്ലാസ് BI ആണ്, ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, വേറെ. ഈ 2.35 എന്നുള്ളത് ഇനിയും കുറയൂലേ? ഓ, ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാ. ഓക്കെ. ഒറിജിനൽ ഇന്നോവയാണോ? ഐ മീൻ ഒറിജിനൽ കേരള ഇന്നോവയാണോ? ഒറിജിനൽ കേരള ഇന്നോവ. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2009 ആണ് G4 വരുന്ന വണ്ടി. ഇത് G4 ആണോ അല്ലെങ്കിൽ V ആണോ? G4. ബാക്ക് വൈപ്പർ, ബാക്ക് ലേശം വൃത്തികേടുണ്ട്. എല്ലോയ്സ് കാണുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ ചെയ്തിരിക്കുമോ? ഒക്കെ ചെയ്താ. ഓക്കെ. 7 സീറ്റർ പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ റൂഫ് AC 2 സൈഡിൽ കാണുന്നുണ്ട്. ഇത് V തന്നെയാണോ? V ആണോ? വീന്റെ മോഡൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ സ്റ്റിയറിംഗിൽ വ്യത്യാസം വരുന്നുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കിലോമീറ്റർ എത്ര ഉണ്ടാവും? കാര്യമില്ല, എന്നാലും കിലോമീറ്റർ 1 lakh അബോ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. 2 പീസ് റീപ്ലേസ് ഉണ്ട് എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. KL 50 രജിസ്ട്രേഷൻ ആണ്. 2009 ഇന്നോവ റേറ്റ് എത്ര ചോദിക്കുന്നത്? 3.45 ആണ് വരുന്നുള്ളൂ. 3.45. 2009 ഇന്നോവ. 2009 എന്ന് പറയുമ്പോൾ റിന്യൂവൽ 2024 വരേണ്ടതാണ്. അപ്പം റേറ്റ് എത്രയാവും? റേറ്റ് 3.45 ആണ് ചോദിക്കുന്നത്, കുറച്ച് കൊടുക്കാം. ഓക്കെ. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും 2009 ഇന്നോവയ്ക്ക്? ലോൺ ചെക്ക് ചെയ്ത് നോക്കാം. റിന്യൂവൽ എന്നാ? റിന്യൂവൽ വരുന്നത് 9ാം മാസം 10ാം മാസം. ശരി. അടുത്ത് പോളോ 2018 മോഡൽ കേട്ടോ. ഹൈലൈന് 1.2 പെട്രോള്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോളോ തന്നെയല്ലേ? 98,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. പക്ക കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും. സൈക്കിൾ റേറ്റ് എത്രയാ? റേറ്റ് വരുന്നത് 5.25. നമ്മൾ മുന്നേ പറഞ്ഞ 5.4. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞിട്ട് 5ന്റെ താഴെയായിട്ട് കൊടുക്കാം. 5ന് താഴെയായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കൊടുക്കാം. ഓക്കെ. പിന്നെ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല വണ്ടി കേട്ടോ. ഓക്കെ. പിന്നെ വെന്റോ ഓട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞതാണ് വണ്ടി. ഇത് അഡ്വാൻസ് ആയിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കാം. ലോൺ ചെയ്ത് കൊണ്ട് വെക്കാം. ഓക്കെ. പിന്നെ പുതിയ വെന്റോ 2011 ആണത്. 11 ഹൈലൈൻ ഡീസൽ 1.5 ഹൈലൈൻ. 97 കിലോമീറ്റർ എത്രയാ? 97 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഇല്ല, പറയത്തക്ക രീതിയിലുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. നല്ല വണ്ടിയാണോ? ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ 2012 തന്നെ വരുന്നത്. ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. പക്ഷെ വണ്ടി 2011 അല്ലേ? അപ്പൊ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിക്കൂലേ? അല്ല, 12 വരുന്ന വണ്ടിയാ. 12 ഗ്ലാസ് വരുന്നുണ്ടല്ലേ? ഓക്കെ. DLR ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ്. ഇതൊക്കെയായിരിക്കും വെന്റോന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 2.5 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നു. 2 താഴെയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റൂലേ? ഓ ശരി. സൈക്കാ ഇയോൺ എന്താ പാട്? ഇയോൺ 2018 മോഡലാണ് ഇപ്പൊ വന്നുള്ളൂ, വില ആവുന്നുള്ളൂ. കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് എത്ര? 58,000 ഓടിയേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. 48 ഓടി. 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. വേരിയന്റ് ഏതാ അത് മാഗ്ന പ്ലസ് അല്ല, സോറി, ഇറ പ്ലസ് ആയിരുന്നു. ഇറ പ്ലസ് ഇയോൺ. പിന്നെ 800cc അല്ലേ ഇത്? അതെ അതെ. അടുത്ത് അമേസാണ് വരുന്നത്. എസ് വേരിയന്റ് വരിക, 13 മോഡൽ കേട്ടോ. SMT ആണ്. ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര? സിംഗിൾ ഓണർ വണ്ടി 1 lakh അറൗണ്ട് ഓടിയിട്ടുണ്ട്. ഓക്കെ. 3.45 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. ക്ലീൻ പീസ് ആണ്, നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. ഇന്റീരിയറിൽ വരുന്ന നേരം നമുക്ക് എയർ ബാഗ് വരുന്നില്ല, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലോ വീൽസ് ഒന്നും വരുന്നില്ല. പക്ഷേ ടയർ ഏകദേശം ഒരു 80% മുകളിൽ ടയർ കാണുന്നുണ്ട്. സായിക്ക വണ്ടിക്ക് റേറ്റ് 3.45 ആണ്, കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ. ഏകദേശം 18-20 പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്നുണ്ടോ? ഹോണ്ടന്റെ ഡീസൽ വണ്ടിക്ക് ID ടെക് എഞ്ചിന്. ഗ്രാൻഡ് ഐറ്റം 16 ആണ്. 2016 സിംഗിൾ ഓണർ വണ്ടി. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. KL 11 രജിസ്ട്രേഷൻ ആണ്. ഫീച്ചർ സൈഡിൽ എല്ലോയ്സ് ഒന്നും വരുന്നുണ്ടാവില്ല, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസും
AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടാവും. ഗ്രാൻഡ് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട് കേട്ടോ. 2016 സ്പോർട്സ് ആണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. പിന്നെ 385 ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അഭി പറഞ്ഞു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞു. കൂടുതലാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു. കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അത് 375 ആക്കിയിട്ടുണ്ട്. ഇവിടെ റേറ്റ് ഇട്ട് 85 ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഇനി കുറച്ച് കൊടുക്കും കേട്ടോ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ക്ലെയിമിലുള്ളതാണ്. പക്ഷെ എന്താ കസ്റ്റമറിനോട് ചോദിക്കാം, കല്ലിട്ടിട്ട് പൊട്ടിയതാ, വണ്ടി വന്ന് കല്ല് തട്ടിയിട്ട് പൊട്ടിയതാ. ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, അടുത്ത് 2011 മോഡൽ SLX ZLX എന്നുള്ള വേരിയന്റിന് തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, വണ്ടി നിലവിൽ ലോക്ക്ഡൗൺ ഓപ്പൺ ആണ്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടാവും. സകത്ത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? M2DI എന്നുള്ള എഞ്ചിന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് 3.5 വയ്ക്കുന്നുണ്ട്. കുറച്ച് നോക്കും കേട്ടോ. 3.5 ചോദിക്കുന്നുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണോ? ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഒരു 2 lakh ഒക്കെ ചെയ്യാം. റിനോന്റെ ട്രൈബർ RX എല്ലാണ്. 1 ലിറ്റർ വരുന്ന വണ്ടി കേട്ടോ. 1 ലിറ്റർ RX അല്ലേ? പെട്രോൾ 1 ലിറ്റർ എഞ്ചിനാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി എന്താ കണ്ടീഷൻ? 21 മോഡല്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, വെറും 16,000 ഓടിയുള്ളൂ. വണ്ടി ലോക്കാണ്. 7 സീറ്റ് വരുന്ന വണ്ടിയാണ്. റേറ്റ് എത്രയായിരുന്നേ? 5.65 ചോദിക്കുന്നവരുണ്ട്. കുറച്ച് കൊടുക്കാം കേട്ടോ. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. ലോണൊക്കെ? ലോൺ ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, 85 2013 മോഡൽ കേട്ടോ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 142. 2013 RXL ആണോ RXE ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, 3.95 ചോദിക്കുന്നുണ്ട്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാൻ ചെയ്യാം കേട്ടോ. RX എന്നുള്ളത് ബേസ് അല്ലേ? അതെ, ലോൺ ഒരു 3 ലക്ഷം 3.25 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. കണ്ടീഷൻ എന്താ വണ്ടിയുടെ? ഗുഡ് കണ്ടീഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. എയർ ബാഗ് ഒന്നും വരുന്നില്ല. LOIs കാര്യങ്ങളൊന്നും തന്നെ RXലേക്ക് വരുന്നുണ്ടാവില്ല. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന 85 PS ഡസ്റ്റർ. നല്ല വണ്ടിയാണോ സവിക? നല്ല വണ്ടി. ഇഞ്ചക്ടർ ടർബോ കലാപങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടി. ഇത് സ്കോഡന്റെ റാപ്പിഡ് ആണ് വരുന്നത്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. 15 മോഡല്, 2015 സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ്. സ്റ്റൈലാണ് വരിക കേട്ടോ. സ്റ്റൈൽ എന്നുള്ള വേരിയന്റ്. എല്ലോ വീൽസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനത്തെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരിക. ഓട്ടോമാറ്റിക് AMT ആണോ DSG ആണോ? DSG ഗിയർ ബോക്സ് ആയിരിക്കും സ്കോഡയിലേക്ക് വരുന്നുണ്ടാവുക. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? അത് വരുന്ന 5.40 വയ്ക്കുന്നുള്ളൂ. നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുന്നു. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? നമുക്ക് ഇതിന്റെ പകുതിയൊക്കെ കിട്ടുള്ളൂ സ്കോഡ അതിനെ കൊണ്ട്. 19 മോഡല് ആഫ്റ്റർ മാർക്കറ്റ് LOIs കൊടുത്തിട്ടുണ്ട്. VXI വാഗനർ 1.2 വരുന്ന വണ്ടി കേട്ടോ. VXI കമ്പനി LOIs വരുന്നില്ല, ZHI വരുന്നത് അല്ലേ? അതെ. ഇത് 1 ലിറ്റർ ആണോ 1.2 ആണോ? ഇത് 1.2 വരുന്ന വണ്ടി കേട്ടോ. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് LOIs ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? 40,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണോ 2019? ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ വാറന്റി ഉള്ള വണ്ടി 1 ലിറ്റർ വണ്ടി വേറെ ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, അത് 4.65 ചോദിച്ചത്. നമ്മൾ മാക്സിമം കുറച്ചും കൊടുക്കും. ഓക്കെ, ഇത് 1.2 ആണ്. 1.2. റേറ്റ് എത്ര വരുന്നത്? ഇത് വരുന്നത് 5.15 കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 17 മോഡലാണ്. ഹോണ്ട സിറ്റി ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ. V എന്നുള്ള വേരിയന്റാ? അതെ, VV ID ടെക് എഞ്ചിന് V എന്നുള്ള വേരിയന്റ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. വീല് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടാവോ? ക്യാമറ ചെക്ക് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഫേസ് ലിഫ്റ്റ് ആണ് 2017 വരുന്നത്. ഓണർഷിപ്പ് എത്ര സവിക്ക് പറഞ്ഞേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് അല്ല, ഹോണ്ടൻ്റെ LOIs തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 6.49 ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൊടുക്കാം. 1 lakh അബോ ഓടിയിട്ടുണ്ട് കേട്ടോ. കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും? ഹിസ്റ്ററി ഉള്ള വണ്ടി. 1 lakh റേഞ്ച് കിലോമീറ്റർ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. 1 ലക്ഷം അല്ല, 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുണ്ട്.
നിലവിലുള്ള കണ്ടീഷൻ എന്താ? അങ്ങനെ കണ്ടീഷൻ വരുന്ന ക്വാളിറ്റിൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഗുഡ് കണ്ടീഷനാണ്. റേറ്റ് 6,49,000 വയ്ക്കുന്നത്, കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഫുൾ ലോൺ ചെയ്യാം കേട്ടോ. ഓക്കെ, പുതിയ മോഡൽ ഹ്യുണ്ടായിൻ്റെ മൈക്രോ SUV എക്സ്റ്റർ ആണ്. KL84 നന്മട്ട അല്ലേ? അതെ അതെ. വേരിയന്റ് ഏതാ അത്? 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അത് വേരിയന്റ് ഏതാ? വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക്കില് ഫുൾ ഓടി, SX ഫുൾ ഓടി. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അത് എയർ ബാഗ് വരുന്നില്ല. എയർ ബാഗ് വരുന്നുണ്ടല്ലോ. അല്ല, എയർ ബാഗ് അല്ല, സൺറൂഫ്. സൺറൂഫ് ഇല്ല, വരുന്നില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, എയർ ബാഗ്സ് വരുന്നുണ്ടാവും. ഫുൾ ഓപ്ഷൻ അത് 6 എയർ ബാഗ് അല്ലേ വരിക? അതെ അതെ. എല്ലാ വീൽസ് വരുന്നില്ല. സ്മാർട്ട് ഓട്ടോ എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 4000 കിലോമീറ്റർ. റേറ്റ് എത്രയ്ക്കുന്നത്? റേറ്റ് വരുന്നത് 8,35 വരുന്നുണ്ട്, കുറച്ച് കൊടുക്കാം കേട്ടോ. പെട്രോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ടോ വണ്ടിക്ക്? പെട്രോൾ ഏകദേശം ഒരു 15-14 കിലോമീറ്റർ. 15-14 മൈലേജ് കിട്ടുന്നുണ്ടാവും. കമ്പനി വാറണ്ടി ഉള്ള വണ്ടി ആയിരിക്കും, കാരണം 2023 മോഡൽ അതിനെക്കൊണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. റേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ ഏകദേശം എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ഏകദേശം ഒരു 8 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് കൊടുക്കാം. 8 ലക്ഷം വരെ ലോൺ കിട്ടും. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ടാവും? പുതിയത് നോക്കേണ്ടി വരും. ഇപ്പോഴത്തെ പുതിയ റേറ്റ് എത്ര നോക്കിയിട്ട് നമ്മളിന്ന് വീഡിയോ നമ്മുടെ റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്ന കോൺടാക്ട് നമ്പർ നേരെ താഴെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.